കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാണ്. പല സ്ഥലങ്ങളിലും കറണ്ട് കട്ടാവുന്നു, കട്ട് ചെയ്യേണ്ടി വരുന്നു. കട്ട് ചെയ്താൽ കുറച്ച് സമയം കഴിഞ്ഞേ കറണ്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ വളരെ വലിയ വ്യത്യാസം വരുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2025 ഡാമുകളിൽ ഈ സമയങ്ങളിൽ 51% ജലമുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവാണ്, 21% ജലമേ ഉള്ളൂ. മാത്രമല്ല അന്തരീക്ഷത്തിൻ്റെ താപനില മഴയില്ലാത്തതുകൊണ്ട് വളരെ ചൂടാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഫാനിൻ്റെ ഉപയോഗം കൂടും, എ സിയുടെ ഉപയോഗം കൂടും, ഫ്രിഡ്ജിൻ്റെ ഉപയോഗം കൂടും ചൂട് കാലത്ത്. ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം എടുക്കാനും തണുപ്പ് കിട്ടാനും വേണ്ടി ഫ്രൂട്ട്സും അതും ഇതൊക്കെ ഒരുപാട് വാങ്ങുകയും അതെല്ലാം ഫ്രിഡ്ജിൽ വയ്ക്കുകയൊക്കെ ചെയ്യുന്ന, ഇപ്പോൾ നാരങ്ങ വെള്ളമാവട്ടെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഫ്രിഡ്ജ്, പിന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഷവർ ഉപയോഗിക്കും, കൂടുതൽ കുളിക്കും ആളുകൾ. ചൂടല്ലേ, കാലം ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഊർജത്തിൻ്റെ ഉപഭോഗവും പീക്ക് അവറിലേക്ക് കയറിപ്പോകും. അന്തരീക്ഷത്തിൻ്റെ ചൂടും വളരെ പ്രശ്നമാണ്. പസഫിക് ഓഷനിലെ എൽ നിനോ പ്രതിഭാസം വളരെ വലിയൊരു വിഷയമാണ്. അത് ചില വർഷങ്ങളിൽ വലിയ മഴ തരും, ചില വർഷങ്ങളിൽ ചൂട് തരും. മലയാളി ഇന്ന് വരെ, ഞാനൊന്നും ഈ വർഷം വരെ ഇത്രയും വർഷം ജീവിച്ചിട്ടും ജൂൺ ജൂലൈ മാസങ്ങളിൽ കറണ്ടിന് ഇങ്ങനെ ക്ഷാമം വരുന്ന ഒരു ദിവസമില്ല, ഒരു വർഷത്തിലും ഇല്ലായിരുന്നു. ഇനി വേറെ തമാശയുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ മറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് കറണ്ട് മേടിക്കുന്നത്. ആ കറണ്ട് നമുക്ക് ജൂൺ 16 മുതൽ തിരിച്ചു കൊടുക്കാമെന്നാണ് കരാർ. സെപ്റ്റംബർ വരെ ഒരു കരാറുണ്ട്. പ്രതിദിനം ഇത്ര കറണ്ട് കൊടുത്തോളാം എന്നുള്ളൊരു കണക്കുണ്ട്. അതും നമ്മൾ കൊടുക്കണം. കാര്യം കരാറാണ് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട്, ബൈബാക്ക് പോളിസി പോലെ വാങ്ങിച്ചതാണ്. അവർക്ക് തിരിച്ചു കൊടുക്കണം. നമ്മൾ ആകെ കറണ്ടിൻ്റെ ഒരു 13% മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, 87% പുറത്തുനിന്നാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് നമുക്ക്. ഇതിനെ തരണം ചെയ്യാൻ വിപുലമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. വളരെ സമഗ്രമായ പദ്ധതികൾ സർക്കാർ എടുക്കുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായ ഒരു ചില ചിന്തകൾ സർക്കാർ ആലോചിക്കുന്നുണ്ടാവാം. എന്തായാലും വളരെ ഗൗരവതരമായ ഒരു ഊർജ സുരക്ഷാ പരിപാടി കേരളത്തിന് ദീർഘകാല ആവശ്യമാണ്. നമുക്കിവിടെ ജലവൈദ്യുത പദ്ധതികൾ മാത്രമാണ് ഏറ്റവും പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ ഇടുക്കി പോലുള്ള, മൂലമറ്റം പോലുള്ള കുറച്ച് നേര്യമംഗലം, ഇടുക്കി, മൂലമറ്റം എന്നൊക്കെ പറഞ്ഞ് ഇടുക്കി ജില്ലയിലെ കുറേ പദ്ധതികൾ ഒഴിച്ചാൽ കാര്യമായ ജലവൈദ്യുത പദ്ധതികൾ ഇല്ല. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അത് ആതിരപ്പള്ളിയിൽ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജലവൈദ്യുതി പദ്ധതിയൊക്കെ തൃശ്ശൂർ ജില്ലയിൽ വരാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പൂയംകുട്ടി പദ്ധതി വിജയിച്ചില്ല. സ്വാഭാവികമായിട്ട് അത് പരിസ്ഥിതിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട് പൂയംകുട്ടി പദ്ധതി ഉപേക്ഷിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് സാധ്യതയുള്ളത് സോളാറാണ്. സോളാറും വളരെ വ്യാപകമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്, ഉപയോഗിക്കേണ്ടതുണ്ട്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റ് ഊർജ്ജ സ്രോതസ്, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ചിലവേറിയതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പക്ഷേ വലിയ ചിലവില്ല, ഒരെടുക്കും. നമുക്ക് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ അത് പ്രയോഗത്തിൽ, രാമക്കൽ മേട്ടുമൊക്കെ വിൻഡ് സ്റ്റേഷൻ ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ തിരമാലയിൽ നിന്ന് വൈദ്യുതി എടുക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളുണ്ട് മനുഷ്യർക്ക്. ഇത് പലതും നമുക്കിനി പരീക്ഷിക്കേണ്ടി വരും. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉപഭോഗത്തിലും കാര്യമായ ഒരു പൊളിച്ചെഴുത്ത് നമുക്ക് വേണ്ടിവരും. ഇതൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരേണ്ടുന്ന കാര്യങ്ങളാണ്. എന്തായാലും കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമുള്ള ഘടകമാണ്. കുടുംബങ്ങളിൽ, വീടുകളിൽ, സമൂഹത്തിൽ, സ്ഥാപനങ്ങളിൽ ഒക്കെ ഇപ്പം ഫുട്ബോൾ നടക്കുന്നു, പിന്നെ പരീക്ഷാക്കാലമുണ്ട്, ഉത്സവത്തിൻ്റെ കാലമുണ്ട്. വളരെ അത്യാവശ്യമുള്ളൊരു വസ്തുവാണ് കറണ്ട്. പക്ഷേ അതനുസരിച്ച് നമുക്ക് ഉൽപ്പാദനം കൂട്ടാൻ കഴിയുന്നില്ല പല കാരണങ്ങളാൽ. വാങ്ങുന്നതിനും പരിമിതികൾ വരുന്നു. അന്തരീക്ഷത്തിൻ്റെ താപനില ഉയർന്നതാണ്. അപ്പോൾ കൂനിനും ഒരുപോലെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കോംപ്ലിക്കേഷൻസാണ്, സങ്കീർണതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ജനങ്ങൾ ഇതിനകത്തൊരു ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരായി മാറണം. അവരവരെ കൊണ്ട് കഴിയുന്നത് അവരവരും ചെയ്യാൻ കഴിയുന്ന രീതിയിലൊരു ഊർജ്ജ
സുരക്ഷ അല്ലെങ്കിൽ ഊർജ്ജ സ്വാശ്രയത്വം വരുമെന്ന് കരുതുന്നു. എന്തായാലും വളരെ കൃത്യമായ ചില നടപടികൾ ആവശ്യമുണ്ട്. സർക്കാർ അതെടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കറണ്ട് കട്ടെന്ന് പറയുന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ, കറണ്ട് കട്ട് നടക്കാതിരിക്കണമെങ്കിൽ വലിയ മുന്നൊരുക്കം നമുക്ക് ആവശ്യമുണ്ട്. ആ മുന്നൊരുക്കങ്ങൾ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.